പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു അത് പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഡെവലപ്മെൻ്റാണ് ട്രംപിൻ്റെ അന്ത്യശാസനം. ട്രംപ് പറഞ്ഞത് ഏത് രാജ്യവും ഇറാനോടൊപ്പം പങ്കുചേർന്നാൽ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇറാനെ ഒറ്റപ്പെടുത്തിയതുപോലെ അവരെല്ലാം ഒറ്റപ്പെടേണ്ടതായി വരും എന്നുള്ളത് ഒരു വളരെ വലിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഭീഷണിയൊക്കെ അങ്ങ് കൈവച്ചാൽ മതി എന്ന് പറയുന്ന ചെറിയ രാജ്യങ്ങൾ വരുമ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഇറാനും ഒമാനും തമ്മിലുള്ള ഒരു കരാറുണ്ടായത്. കരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മുഴുവൻ അതായത് അവർ ഒരേ മാസമായിട്ട് നടന്നു വരുന്ന ചർച്ചയായിരുന്നു. അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് എങ്ങനെ ഉപയോഗിക്കണം, രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്ന് ഉപയോഗിക്കണം, അതിൻ്റെ മേൽനോട്ടം ഇറാനാണ്, ഒമാനും കൂടെ ചേർന്ന് ഉപയോഗിക്കണം. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം രണ്ട് രാജ്യങ്ങളും പങ്കിട്ടെടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ അവരെത്തി. ഈ കടലിടുക്കെന്ന് പറയുന്ന ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്നത് ഇറാൻ്റെയും ഒമാൻ്റെയും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ കൂടെ കടന്നു പോകുന്നതാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു കാര്യവുമില്ല, മറ്റൊരു രാജ്യങ്ങൾക്കും അതിനകത്ത് ഒരവകാശവും പറയാനും പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമെന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കല്ലാതെ മറ്റൊരു രാജ്യത്തിന് എടുക്കാനും പറ്റത്തില്ല. ട്രംപ് ഇതിനിടയിൽ പറഞ്ഞ വിടുവായുത്തം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. അയാളവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കാനേ ഒക്കുള്ളൂ. അയാളുടെ അന്ത്യശാസനമൊക്കെ എടുത്ത് കടലിൽ എറിഞ്ഞിട്ട് ദൂരെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു തീർപ്പായി. അത് ഒമാൻ വിദേശകാര്യ മന്ത്രി അത് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഉടനടി തന്നെ ഒമാൻ പ്രധാനമന്ത്രി അതുപോലെ ടെഹ്റാൻ സന്ദർശിച്ച് അതിന് അന്തിമ രൂപം കൊടുത്ത് അതിൽ ഒപ്പിട്ടാൽ മതി, ബാക്കിയെല്ലാം ടേംസ് എല്ലാം അവർ തമ്മിൽ എഗ്രി ചെയ്തു. ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ഇപ്പം പെട്ടെന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാണ്ടോ, $117 ക്രൂഡ് ഓയിലിൻ്റെ വില നേരെ 87 കൂപ്പുകുത്തി. ഇപ്പോൾ അതിൻ്റെ കാരണം ഇതിലേക്കൂടെ കപ്പലുകൾ ധാരാളമായി കടന്നു പോകാൻ തുടങ്ങി. ഇതിന് മാത്രമല്ല, അതിനകത്ത് ഈ ഒമാൻ ചില കപ്പലുകളെ കരിമ്പട്ടിയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരിടപാടുണ്ട്. അതായത് ഈ ഇന്ധനം കൊണ്ടുവന്നിട്ട് വേറെ ഒരു കപ്പലിലേക്ക് മാറ്റിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കപ്പലുകൾ ചെയ്യുന്നത് അത് നിയമവിരുദ്ധമായ കാര്യമാണെന്നും അങ്ങനെയുള്ള കപ്പലുകളെ കരിമ്പട്ടികപ്പെടുത്തിയതായിട്ടും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവർ തീരുമാനമെടുത്തു. അപ്പോൾ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ യാതൊരു കാര്യവുമില്ല. ഉടനടി ഇനി അമേരിക്ക ഇപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞല്ലോ, 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാറാണ് ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായത്, US-ഉം ഇറാനും തമ്മിലുണ്ടായത്. ആ 60 ദിവസം കഴിഞ്ഞാലും ഇനി വെടിനിർത്തൽ ഇനി ആക്രമണം പുനരാരംഭിക്കാൻ ഈ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അതായത് ഇറാനെ അമേരിക്ക ഇനി ആക്രമിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ മടുത്തു, മനസ്സിലായി ട്രംപിന്. യാതൊരു രക്ഷയില്ല. യവന്മാരുടെ വഴക്കുണ്ടാക്കാൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അവർ ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് അവർ ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് അവരുടെ രക്തത്തിലുള്ളതാണ്. നമ്മളീ പറയുന്ന പോലല്ല. ആരുമായിട്ട് യുദ്ധം ചെയ്താലും ശരി, അവർ വർഷങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. തോൽവി എന്ന് പറയുന്ന ഒരെണ്ണം അവരുടെ ജീവിതത്തിൽ അവർ സമ്മതിക്കുന്ന ഒരു ഇടപാടില്ല. അപ്പോൾ അവരെ മുഴുവനായിട്ട് തകർക്കാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇനി ഇറാനുമായിട്ട് ഒമാൻ കരാറിൽ ഏർപ്പെട്ടാൽ ഒമാനിൽ ബോംബിടും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭീഷണി. അതിൽ തീക്കൊള്ളി കൊണ്ട് തലയിൽ ചൊറിയുന്ന മാതിരിയാണ്. കാരണം ഈ ഗൾഫ് കൺട്രീസിലാണ് ഇവരുടെ കൂടുതൽ താവളങ്ങൾ, അമേരിക്കയുടെ താവളങ്ങളുള്ളത്. ആ താവളങ്ങളുടെ പ്രവർത്തനം തന്നെ ഇപ്പം ഏതാണ്ട് നിലച്ച മട്ടാണ്. ഇപ്പോൾ കുവൈറ്റിലെ അതും നിശേഷം തകർത്ത് കഴിഞ്ഞു. ഹോട്ടലിലൊക്കെ ഇരുന്നും മറ്റേ വാടക വീട്ടിലൊക്കെ ഇരുന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ കുറച്ച് പേരുള്ളവർ അമേരിക്കക്കാർ ജോലി ചെയ്യുന്നത്. കാരണം ഓൺലൈനാണ് ഇടപാട്, അല്ലാതെ നേരിട്ട് ഒന്നും അവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. അതിന് നാമാവിശേഷമാക്കി ഇറാൻ, അതായത് കുവൈറ്റിലെ ഈ താവളങ്ങൾ. കുവൈറ്റിനുണ്ടായ നഷ്ടം ആര് നികത്തും? അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്നതോടൊപ്പം അമേരിക്ക ഇപ്പോൾ നമ്മൾ വാഴയ്ക്ക് നനച്ചാൽ ചീരയ്ക്ക് പ്രത്യേകം നനയ്ക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ
അത് അമേരിക്കൻ താവളങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ കുവൈറ്റിൻ്റെ ബാക്കി എന്തുമാത്രം മുതലാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ആലോചിക്കണം. കുവൈറ്റിൻ്റെ വിമാനത്താവളം എന്ന് പറയുന്നതൊക്കെ കുവൈറ്റിൻ്റെ വകയല്ലേ. പക്ഷെ അവിടെ ഈ അമേരിക്കൻ പ്രസൻസ് ഉണ്ട് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആ വിമാനത്താവളം അടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. അത് പോയി. ഇനി അതൊക്കെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് എന്തുമാത്രം ചെലവ് വേണ്ടി വരും? ഈ കുവൈറ്റിനുണ്ടായ നഷ്ടം, സാമ്പത്തിക നഷ്ടം ആര് നടത്തും? അതേപോലെയാണ് ഒമാനിനുണ്ടായ നഷ്ടം. ഒമാൻ മാത്രമല്ല, UAEക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതുപോലാണ് UAEയിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇത് മറ്റ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റിനിലാണ് ഏറ്റവും കൂടുതൽ നാമാവിശേഷമാക്കപ്പെട്ട ഒരു 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 രാജ്യമെന്ന് പറയുന്നത് ബഹ്റിനാണ്. ബഹ്റിൻ അത് ഏതാണ്ട് അതുപോലെ ബഹ്റിൻ്റെ നല്ല ഭാഗവും നശിച്ചു കഴിഞ്ഞു. ഈ രീതിയിലായി. അതിൻ്റെ എല്ലാം കാരണക്കാർ അമേരിക്കയാണ്. അതുകൊണ്ട് ഇനി ഒമാൻ്റെ മേളിൽ ബോംബിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഒരു നോക്കിയിരിക്കത്തില്ല. അമേരിക്ക ഇവിടുന്ന് പുറത്താക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അടിച്ച് പുറത്താക്കും. കാരണം ഇത് ഓരോ രാജ്യങ്ങൾ പറയുന്നതിൻ്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്ന് ആശാംശം ഉണ്ടാകുന്നത്. ഇവരില്ലെങ്കിൽ ഇറാൻ ഇവരെ ആക്രമിക്കത്തില്ല. അമേരിക്കൻ സാന്നിധ്യം ഉള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇറാൻ അവരെയൊക്കെ ആക്രമിക്കുന്നത്. അപ്പോൾ ഒമാനിൽ ബോംബിടും എന്നുള്ള ട്രംപിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ ഒക്കുന്ന ഒരു ഭീഷണിയല്ല. അയാൾ അതിന് തയ്യാറാവത്തില്ല. തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായിരിക്കും. കാരണം അമേരിക്കൻ പ്രസൻസ് GCC കൺട്രീസിൽ നിന്ന് മുഴുവൻ തുടച്ചു മാറ്റപ്പെടും. കാരണം ഇവരെ അവിടെ കയറ്റത്തില്ല. ആ രീതിയിലാകും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ നോക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇനി അതിന് മുതിരത്തില്ല എന്ന് തന്നെ നമ്മൾ കരുതണം. പിന്നെ ഈ അമേരിക്കയാണ് യഥാർത്ഥത്തിൽ US ആണിപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരാണ്. ഈ ഓരോ മുട്ടാൻ ന്യായങ്ങൾ പറഞ്ഞ് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഞങ്ങളുടെ ടെറിട്ടറി ആക്കാൻ പോവുകയാണ് എന്ന്, അമേരിക്കൻ ടെറിട്ടറിയുടെ ഭാഗമാണ് ഇതിനി അമേരിക്ക ഇതിനെ കൺട്രോൾ ചെയ്യും എന്നൊക്കെ ഉള്ള വീമ്പിളക്കൽ മാത്രമേ ഉള്ളൂ. അവർ ഈ ശല്യം ചെയ്ത് ഈ കരാറിനെതിരെ നിൽക്കുന്നതും ആ ഹോർമൂസ് തുറക്കുന്നതിന് ഉള്ള നടപടികൾക്കെതിരെ നിൽക്കുന്നത് അമേരിക്കയാണെന്ന് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചു. അത് യഥാർത്ഥത്തിൽ സത്യമാണ്. കാരണം അത് ഇറാനും ഈ ഒമാനും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യത്തിനകത്ത് ട്രംപിന് എന്തോ അതിനകത്ത് കാര്യം? ഒരു കാര്യവുമില്ല. പക്ഷേ ഇതുപോലെ വീമ്പിളക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ലാഭം ഞങ്ങൾക്ക് വേണം എന്നുള്ളതിനും ഇറങ്ങുന്നുണ്ട്. ഇനി ഇവർക്ക് ആകെപ്പാടെ ലാഭം എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ളത്? യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യത്തിന് എണ്ണയുണ്ട് അമേരിക്കയ്ക്ക്. ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും അവർക്കില്ല. ഇറാനെ ഒന്ന് പിടിച്ചടക്കാൻ നോക്കി, അത് നടക്കുന്ന കാര്യമല്ല. മനസ്സിലായി, തീർന്നു, ഇടപാട് തീർന്നു. ഇനി ഇത് മാത്രമല്ല, ഇവിടുത്തെ ഉള്ള പ്രശ്നം ഇപ്പം ഇതിനകത്ത് ഈ ക്രൂഡിൻ്റെയൊക്കെ വില കുറഞ്ഞു. ചൈന കയ്യും കെട്ടി നോക്കി നിന്നു. ഇല്ലെങ്കിൽ ചൈനയ്ക്ക് യഥാർത്ഥത്തിൽ വേണ്ട സഹായം ഇറാന് കൊടുത്തിരുന്നെങ്കിൽ ചൈനയുമായിട്ട് ഈ കരാറുണ്ടായേനെ. ഇനിയിപ്പോൾ ഏതായാലും ഒമാനും ഇറാനും തമ്മിലുള്ള ആ കരാർ വന്നു നടപ്പിൽ വരട്ടെ, സമാധാനം നിലവിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.